നാട് രക്ഷപ്പെടാൻ പാടില്ലെന്ന അതിക്രൂരമായ നിലപാടാണ് കോൺഗ്രസിനെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾക്ക് മുന്നിൽ ബഹിഷ്കരണത്തിന്റെ കാരണം പറയാൻ ഇന്നേ വരെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മണ്ഡലത്തിലെ നവകേരള സദസ്സിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. തൃപ്പൂണിത്തുറയുടെ സ്നേഹപൂർണമായ സ്വാഗതം. രാജനഗരി എന്ന ഖ്യാതിയിൽ നിറഞ്ഞു നിൽക്കുന്ന തൃപ്പൂണിത്തുറ മണ്ഡലവും നവകേരള സദസ്സിന്റെ പ്രൗഢി ഒട്ടും കുറച്ചില്ല. സദസ്സിന് വേദിയായ പുതിയകാവ് ക്ഷേത്ര മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മുദ്രാവാക്യം വിളിച്ചും കയ്യടികളോടെയുമാണ് ജനങ്ങൾ വേദിയിലേക്ക് വരവേറ്റത്. സദസ്സിനെതിരെയുള്ള ബഹിഷ്കരണത്തിന്റെ കാരണം പറയാൻ ഇന്നേ വരെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്നും നാട് രക്ഷപ്പെടാൻ പാടില്ലെന്ന അതിക്രൂരമായ നിലപാടാണ് കോൺഗ്രസിനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നേ വരെ അതുമായി ബന്ധപ്പെട്ട് സ്വന്തം അണികളെപ്പോലും ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ നമ്മുടെ നാട് ഒരുപാട് അവഗണനകൾ, വിവേചനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് നേരിട്ട ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ എന്തായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്ന് നാം ഓർക്കുന്നത് നല്ലതാണ്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിച്ചതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല. നമുക്ക് മറ്റ് രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായപ്പോൾ അതിനെ നിഷേധിച്ചത് ചോദ്യം ചെയ്തില്ല. മറ്റ് രാജ്യങ്ങളിലേക്ക് മന്ത്രിമാർ പോകുന്നത് തടഞ്ഞപ്പോൾ അതിനോട് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. എന്താണ് കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളത്? ഇതൊന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ളതല്ലോ. നാട് രക്ഷപ്പെടാൻ പാടില്ല എന്ന അതിക്രൂരമായ മനോഭാവം, ആ മനോഭാവത്തോടെയാണ് ആ മഹാപ്രളയത്തിൻ്റെ ഘട്ടത്തിൽ നിലപാടെടുത്തത്. ഇതാണ് ഓരോ ഘട്ടത്തിലും നിലപാടുകളായി UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ M. സ്വരാജ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, K. രാജൻ, KN. ബാലഗോപാൽ എന്നിവർ സംസാരിച്ചു. പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കാനായി 25 കൗണ്ടറുകളാണ് പ്രവർത്തിച്ചത്. നവകേരള സദസ്സിന് മുന്നോടിയായി വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. കൈരളി ന്യൂസ്, കൊച്ചി.